കേരളം ഇനി 5 വർഷത്തേക്ക് ആര് ഭരിക്കുമെന്ന് മണിക്കൂറുകൾക്കകം അറിയാം. വോട്ടെടുപ്പ് കഴിഞ്ഞ് 25 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ UDF-നും LDF-ഉം നേർക്കുനേരാണുള്ളത്. 55 UDF, 55 LDF, 3 NDA എന്നിങ്ങനെയാണ് ലീഡ് നില. ഉച്ചയോടെ ചിത്രം തെളിയും. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ. ആകെ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എക്സിറ്റ് പോൾ സൂചനകൾ തള്ളുന്ന LDF നേരിയ ഭൂരിപക്ഷത്തിൽ മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കേരളത്തിൽ നിർണായക ശക്തിയാവുക എന്ന എക്കാലത്തെയും ആഗ്രഹം ഇത്തവണ സാധ്യമാകുമെന്ന് BJP-യും കരുതുന്നു. എങ്ങോട്ടേക്കും തിരിയാവുന്ന 30-ലേറെ മണ്ഡലങ്ങൾ ഉണ്ടെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അങ്ങേയറ്റം ആവേശകരമാക്കിയത്. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ഓരോ റൗണ്ടും പൂർത്തിയാക്കാൻ അരമണിക്കൂർ വരെ വേണ്ടിവരും. വൈകിട്ട് 5 മണിയോടെ മുഴുവൻ ഫലവും പുറത്തുവരും. 2.71 കോടി വോട്ടർമാർ 30,495 ബൂത്തുകളിലും അല്ലാതെയും രേഖപ്പെടുത്തിയ വോട്ടാണ് എണ്ണുന്നത്. കേരളത്തിനു പുറമെ തമിഴ്നാട്, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുകയാണ്. സാമാജികരുടെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന 6 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. തമിഴ്നാട്ടിൽ 234, ബംഗാളിൽ 294, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെ 824 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ ബംഗാളിലെ ഫാൽത്ത മണ്ഡലത്തിലെ വോട്ടെണ്ണൽ 24-നേ നടക്കൂ. ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന പരാതികളെ തുടർന്ന് 21-ന് ഇവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.